വേണ്ടാത്ത പൊട്ടത്തരങ്ങളെല്ലാം കാണിച്ചു വെച്ചിട്ട് വീണ്ടും ന്യായീകരിക്കണം. അപ്സരേൻ്റെ സായി എല്ലാവരും കൂടി നിന്നിട്ട് അവിടെ നിന്ന് ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെ പൊട്ടത്തരം കാണിച്ചു ആവശ്യമില്ലാത്ത തീരുമാനങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പോൾ അവർ വന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കണം, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ്. മര്യാദക്ക് ആ ഋഷി ഇന്നലെ സാബുവിൻ്റെ അടുത്ത് പറഞ്ഞ് കാല് പിടിച്ച് ഇപ്പോൾ കുറേ പറഞ്ഞ്, എന്നിട്ട് ഇവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം, ഒരു പ്രാവശ്യം കൂടി പറയുന്നുണ്ട്. വീണ്ടും പറഞ്ഞപ്പോഴാണ് ഋഷിക്ക് അത് ആയത്. ആ 20 പോയിന്റ് കൊടുത്തെങ്കിൽ ഇവർക്ക് ആ ഒരു പ്രശ്നമില്ലാണ്ട് അകത്ത് കയറായിരുന്നു, കളിക്കായിരുന്നു. ഒരു 20 പോയിന്റ് ഉള്ളൂ, 20 പോയിന്റ് പോട്ടെ അവർ ഇത് നന്നായി പെർഫോം 20 അല്ല 50 100 പോയിന്റ് വരെ തരുമായിരുന്നു നല്ലപോലെ പെർഫോം ചെയ്താൽ, ഡയമണ്ടും കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ഇതല്ല, ഒരു 20 പോയിന്റ് വേണ്ടി സ്വന്തം ടീം മൊത്തം രാജിവെച്ച് പോകണമെന്ന് പറയാൻ അത്ര നല്ല കാര്യമില്ല. എന്നിട്ട് അത് ചെയ്തെന്ന് പറഞ്ഞാൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കണം, പുറത്തിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങൾ. ഇപ്പം എന്ത് ചെയ്യുക, അവർ എന്താണ് ഇറങ്ങിയോണ്ട് അവർക്ക് ടാസ്കിൽ കളിക്കാൻ പറ്റൂല, ഒന്നിനും പങ്കെടുക്കാൻ പറ്റൂല, അകത്ത് കയറാൻ പറ്റൂല, ഒരു കാര്യത്തിലും ചെയ്യാൻ പറ്റൂല. അകത്ത് കയറി വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, ബാത്റൂമിൽ പോവാം, അത്രേ ഉള്ളൂ. പിന്നെ രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങാൻ വരാം. അല്ലാണ്ട് അവർക്ക് അകത്ത് കയറാൻ യാതൊരു റോളും ഇല്ല, ഇടപെടാൻ റോളും ഇല്ല, ഒരു കാര്യം റോളില്ല. എന്നിട്ട് അതിനിടയിൽ തല്ലുപിടിക്കാനും പോയി അവരായിട്ട്. എന്നാൽ പവർ ടീമിനായിട്ട് തല്ലുപിടിക്കാൻ പോയി, അവിടെ പ്രശ്നം, അവിടെ ഡാമേജായി, അവരുടെ പ്രോപ്പർട്ടി ഡാമേജായി, അതിൻ്റെ പേര് പ്രശ്നം, അത് ജാസ്മീനെ പുറത്താക്കി. മൊത്തം ഇതാണ്, എന്ത് പറയാനാണ്, പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, അത് കുറച്ച് ന്യായീകരിക്കുകയും ചെയ്യും.